രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഇതുവരെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി 8293 സ്ഥിരം നിയമനങ്ങളും 34,859 താൽക്കാലിക നിയമനങ്ങളും ഉൾപ്പെടെ 43,152 പേർക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി തന്നെ തൊഴിൽ നൽകി. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ. സാർ, വിവിധ കോഴ്സുകളിൽ അവസാന വർഷം പഠിക്കുന്ന 5 ലക്ഷം വിദ്യാർത്ഥികളെ നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ പ്രാപ്തരാക്കുക, പഠനം പൂർത്തീകരിച്ചവരെ ശരിയായി തയ്യാറെടുപ്പിച്ച് തൊഴിൽമേളയുടെ തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജനകീയ ക്യാമ്പയിനാണ് വിജ്ഞാന കേരളം. 2025-26 ഒരു പ്രധാന വികസന പദ്ധതിയായിരിക്കും ഇത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിനും അഭിരുചിക്കും അനുയോജ്യമായതും തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ളതുമായ സ്കിൽ കോഴ്സുകൾ ലഭ്യമാക്കും. പദ്ധതിയിൽ മെൻറ്റർമാർക്ക് പുറമെ 50,000 സന്നദ്ധ പ്രൊഫഷണൽ മെൻറ്റർമാരെ അണിനിരത്തും. പരമാവധി കുട്ടികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉറപ്പുവരുത്തും. സ്കിൽ കോഴ്സുകൾക്കുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മാച്ചിങ് ഗ്രാൻഡായും വിജ്ഞാന കേരളം ആഗോള സംഗമം സംഘടിപ്പിക്കുന്നതിനും പദ്ധതിയുടെ പരിശീലനത്തിനും പ്രചരണത്തിനുമായി 20 കോടി രൂപ വകയിരുത്തുന്നു. പഠനം പൂർത്തീകരിച്ച തൊഴിലന്വേഷകർക്കുള്ള ആദ്യത്തെ മെഗാ ജോബ് എക്സ്പോ 2025 ഫെബ്രുവരിയിൽ നടക്കും. തുടർന്ന് ഏപ്രിൽ മുതൽ പ്രാദേശിക ജോബ് ഡ്രൈവുകളും പ്രതിമാസം 2 മെഗാ ജോബ് എക്സ്പോ വീതവും സംഘടിപ്പിക്കും. 3 മുതൽ 5 ലക്ഷം വരെ തൊഴിലവസരങ്ങളാണ് ഓരോ മെഗാ ജോബ് എക്സ്പോ വഴിയും ലഭ്യമാകുക. കേരള നോളജ് ഇക്കോണമി മിഷൻ്റെ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്ത് ഏതൊരാൾക്കും ജോലിക്ക് അപേക്ഷിക്കാം. ഇവരെ സഹായിക്കാൻ എല്ലാ ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും ജോബ് സ്റ്റേഷൻ ഉണ്ടാവും. ക്യാമ്പയിൻ പ്രചരണത്തിനും പരിശീലനങ്ങൾക്കും തൊഴിൽമേളയുടെ സംഘാടനത്തിനും റിസോഴ്സ് പേഴ്സൻ്റെ ചെലവിനുമായി 20 കോടി രൂപ അധികമായി അനുവദിക്കുന്നു. സാർ, ഫിൻടെക് വളർച്ചയുടെ പുതിയ മാതൃക. ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നതിനുള്ള പ്രാഥമികമായ സാങ്കേതികവിദ്യയും ക്ലൗഡ് സേവനങ്ങളും ആശ്രയിക്കുന്ന കമ്പനികളാണ് ഫിൻടെക്കുകൾ. സ്റ്റാർട്ടപ്പുകൾ, ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ, ക്രോസ് സെക്ടർ സ്ഥാപനങ്ങൾ എന്നിവ ഫിൻടെക്കുകൾ വരുന്നു. സാർ, KSFE, KFC ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ ഈ പ്രവർത്തനങ്ങളിൽ കൂട്ടിയോജിപ്പിച്ച് പദ്ധതികൾ രൂപീകരിക്കും. ഫിൻടെക് മേഖലയെ വികസിപ്പിക്കുന്നതിനായി ഈ വർഷം 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സിറ്റിസൺ ബജറ്റ്. സാർ, ലിംഗസമത്വം, കുട്ടികളുടെ ഉന്നമനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ജെൻഡർ ആൻഡ് ചൈൽഡ് ബജറ്റിന് പുറമെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബജറ്റും കഴിഞ്ഞ വർഷം മുതൽ പരിസ്ഥിതി ബജറ്റും ഈ സർക്കാർ അവതരിപ്പിച്ച് വരികയാണ്. ഇതിന് പുറമെ ബജറ്റുമായി ബന്ധപ്പെടുന്ന എല്ലാ ധനകാര്യ വിവരങ്ങളും ഒരു സാധാരണ പൗരന് ലളിതമായി മനസ്സിലാക്കുന്ന രീതിയിൽ ബജറ്റിലേക്കുള്ള പൗരൻ്റെ വഴികാട്ടി എന്ന് നാമകരണം ചെയ്തിട്ടുള്ള സിറ്റിസൺ ബജറ്റ് എന്ന ബജറ്റ് രേഖ കൂടി ഈ വർഷം മുതൽ അവതരിപ്പിക്കുകയാണ്. പുതിയ നിർമ്മാണ രീതികൾ. സാർ, നിർമ്മാണ മേഖലയിലെ പരമ്പരാഗത രീതിക്കൊപ്പം പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയും വിധമുള്ള നിർമ്മാണ രീതികൾക്ക് പ്രോത്സാഹനം നൽകും. പൊതുനിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ പലപ്പോഴും നിശ്ചയിച്ചതിലധികം സമയം വേണ്ടി വരാറുണ്ട്. പദ്ധതി നീണ്ടുപോകുന്നത് മൂലം പലപ്പോഴും അനുമതി നൽകിയതിലധികം തുക നൽകേണ്ടി വരുന്നു. സാർ, സമയപരിധിക്കുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയുന്നതും നിർമ്മാണ മാർഗ്ഗങ്ങൾ അവലംബിച്ചാൽ സമയനഷ്ടവും ധനനഷ്ടവും ഒഴിവാക്കാനാവും. പ്രീഫാബ് മെറ്റീരിയലും സ്റ്റീൽ സ്ട്രക്ചറുകളും പുതിയ സാങ്കേതികവിദ്യയും ഉൾക്കൊള്ളുന്ന നിർമ്മാണ രീതികൾ സർക്കാർ അവലംബിക്കും. സാർ, ഓവർ ഡിസൈനും ഓവർ എസ്റ്റിമേറ്റും ഒഴിവാക്കും. സാർ, നിർമ്മാണ മേഖലയിൽ, വിശേഷ സർക്കാർ മേഖലയിൽ ആവശ്യത്തിലധികം വലിപ്പമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലൂടെയും ഓവർ ഡിസൈനിലൂടെയും പണം നഷ്ടപ്പെടുന്ന പ്രവണതയുണ്ട്. കൊല്ലം ജില്ലാ കോടതി സമുച്ചയത്തിൻ്റെ ആദ്യ ഡിസൈൻ പ്രകാരം എസ്റ്റിമേറ്റ് 147 കോടി രൂപയായിരുന്നു. എന്നാൽ ചെന്നൈ IIT ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം രൂപകൽപ്പനയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതോടെ 80 കോടി രൂപയ്ക്ക് താഴേക്ക് നിർമ്മാണ ചെലവ് കൊണ്ടുവരാൻ കഴിഞ്ഞു. സാർ, നിയമസഭാ സാമാജികരുടെ ഹോസ്റ്റലിൻ്റെ നിർമ്മാണ ചെലവിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും വകുപ്പ് മന്ത്രിയും ഇത്തരത്തിൽ ഇടപെട്ടത് വഴി 15% എസ്റ്റിമേറ്റ് കുറയുകയുണ്ടായി. സാർ, ഇത്തരത്തിൽ സംസ്ഥാനത്തെ പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട ചിട്ടപ്പെടുത്തൽ അനിവാര്യമാണ്. പൊതുമരാമത്ത്, തദ്ദേശ ഭരണവകുപ്പുകളും സാങ്കേതിക വിദഗ്ധരുമായും ചർച്ചകൾ നടത്തി ചെലവ് കുറച്ചും ആവശ്യത്തിലധികമുള്ള ഡിസൈനുകൾ ഒഴിവാക്കിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു പൊതുനയം രൂപീകരിക്കും. സാർ, സൈബർ അധിക്ഷേപങ്ങളും വ്യാജ വാർത്തകളും. സാർ, സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കെതിരെ, വിശേഷിച്ചും സ്ത്രീകൾക്കെതിരെ വലിയ സൈബർ ആക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. തെറ്റായ വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്ന സൈബർ കുറ്റവാളികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള സൈബർ വിങ് ശക്തിപ്പെടുത്തും. PRD, പോലീസ് നിയമവകുപ്പുകളെ സമീപിച്ച് കാര്യക്ഷമമായി സംവിധാനം രൂപീകരിക്കുന്നതിനായി 2 കോടി രൂപ അനുവദിക്കുന്നു. സാർ, സാമ്പത്തിക തട്ടിപ്പുകളെ നേരിടാനുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പയിൻ. സാർ, നിക്ഷേപ തട്ടിപ്പുകളും സാമ്പത്തിക തട്ടിപ്പുകളും സംസ്ഥാനത്ത് വർദ്ധിക്കുന്നുണ്ട്. സാമ്പത്തിക മാനേജ്മെൻറ്റിലെ കുഴപ്പങ്ങൾ മൂലം നിരവധി കുടുംബങ്ങൾ കടക്കണിയിലേക്കും ആത്മഹത്യയിലേക്കും പോകുന്ന സാഹചര്യമുണ്ട്. ജനങ്ങൾക്കിടയിൽ ശരിയായ സാമ്പത്തിക സാക്ഷരത ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. വിവിധ ഏജൻസികളുമായും സംഘടനകളുമായും ചേർന്നുകൊണ്ട് ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. 2000 സ്കൂളുകളിൽ ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കുകയും കുട്ടികളെ സാമ്പത്തിക മാനേജ്മെൻറ്റിനെക്കുറിച്ച് അവബോധമുള്ളവരാക്കി മാറ്റാനുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ചെയ്യും. സാർ, ഇതിനോടൊപ്പം സംസ്ഥാനത്ത് വിപുലമായൊരു ഫിനാൻഷ്യൽ കോൺക്ലേവ് സംഘടിപ്പിക്കും. തുടർ ഫിനാൻഷ്യൽ ലിറ്ററസി ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഇതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു.